വായിച്ചു കേട്ടത് ഈശോ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ്. അവരെന്തിനു വേണ്ടിയിട്ടാണ് ഈശോ തിരഞ്ഞെടുക്കുന്നതെന്നാണ് സുവിശേഷത്തിൽ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് 12 പേരെ തിരഞ്ഞെടുത്തത്? സുവിശേഷം പ്രഘോഷിക്കാൻ മിടുക്കി. അതിനു മുമ്പൊരു കാര്യം പറയുന്നുണ്ട്, സുവിശേഷം പ്രഘോഷിക്കുക. അതാണ് ആത്യന്തികമായിട്ടുള്ള അവരുടെ ദൗത്യം. അത് പ്രഘോഷിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്നാണ് പറയണേ? അതിനു മുമ്പൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യം. എന്താണ്? സുവിശേഷം വളരെ എഫക്റ്റീവായിട്ട് പ്രഘോഷിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് പറയണത്. ഈശോ വേറൊന്നും പറയുന്നില്ല. എന്താ ചെയ്യേണ്ടത്? ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ ആലോചിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ പറയുന്നുണ്ട്, ഈശോ പറയുന്നുണ്ട്, അങ്ങനെ നിയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തന്നോടുകൂടി ആയിരിക്കുന്നതിനും. അതാണ്, തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. സുവിശേഷം പ്രസംഗിക്കാനായിട്ട് സാധിക്കണം എന്നുണ്ടെങ്കിൽ അപ്പസ്തോലന്മാർക്ക്, ശിഷ്യന്മാർക്ക്, നമുക്ക് അവനോടൊപ്പം ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിശുദ്ധ ബേസിൽ ഇതിനെപ്പറ്റി പറയുന്ന കാര്യം, ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അവൻ്റെ മണവും ഗുണവും നമുക്ക് കിട്ടണം. ക്രിസ്തുവിൻ്റെ മണവും ഗുണവും നമുക്ക് കിട്ടിയാലാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. നമ്മളമ്മ വീട്ടിൽ അടുക്കളയിൽ നല്ല കരിമീൻ വറക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുക്കളയിൽ അമ്മയുടെ അടുത്ത് പോയി കുറേ സമയം നിന്നാൽ എന്താണ് സംഭവിക്കുക? വായിൽ കൊതി വരും, അല്ല വെള്ളം ഊറും. അതുമാത്രമല്ല സംഭവിക്കുന്ന മറ്റൊരു കാര്യം, നമ്മുടെ വസ്ത്രത്തിൽ അതിൻ്റെ മണം പിടിക്കും. മീൻ വറുത്തതിൻ്റെ മണം നമ്മുടെ വസ്ത്രത്തിൽ പിടിക്കും. നമ്മളെ വസ്ത്രം മാറാതെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ ആരുടെയെങ്കിലൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് നമ്മുടെ വീട്ടിൽ വന്നിട്ടില്ലെങ്കിൽ കൂടിയും അമ്മ മീൻ വറക്കുന്നത് കണ്ടിട്ടില്ലെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിലും അവർക്ക് മനസ്സിലാകും, ഇന്ന് നിങ്ങളുടെ വീട്ടിൽ മീൻ വറുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും. ഇത് തന്നെയാണ് ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുന്ന ആളുകൾക്ക് സംഭവിക്കുന്നതും. ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവൻ സ്ഥാപിച്ച കൂദാശകളിൽ നിരന്തരം പങ്കുചേരുന്ന മനുഷ്യർ, കുമ്പസാരവും വിശുദ്ധ കുർബാനയും, നല്ല പ്രവർത്തികൾ ചെയ്യുന്ന മനുഷ്യർ, മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് നന്മ ചെയ്യുന്ന മനുഷ്യർ, നിരന്തരമായ ക്രിസ്തു ബോധത്തിൽ ജീവിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള മനുഷ്യർ ക്രിസ്തുവിനൊപ്പമായിരിക്കുന്ന ആളുകളാണ്. അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ മണവും ഗുണവും ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ കണ്ടുമുട്ടുന്ന ആളുകളിലൊക്കെ ക്രിസ്തുവിനെ കാണാനായിട്ട് ആ ആളുകൾക്ക്, ഈ മനുഷ്യരിൽ ക്രിസ്തുവിനോടൊപ്പമായിരിക്കുന്ന ആളുകളിൽ ക്രിസ്തുവിൻ്റെ മണവും ഗുണവും തിരിച്ചറിയാനായിട്ട്, അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ പരമപ്രധാനമായിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുക. ഞാൻ സൂചിപ്പിച്ച മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിലൂടെ ക്രിസ്തുവിനോടൊപ്പം നിരന്തരം ആയിരിക്കുന്ന മനുഷ്യരായിട്ട് തീരുമ്പോൾ നമ്മൾ പോകുന്നിടങ്ങളിലൊക്കെ ക്രിസ്തുവിൻ്റെ മണവും ക്രിസ്തുവിൻ്റെ ഗുണങ്ങളും മറ്റുള്ളവർക്ക് നൽകാനായിട്ട് സാധിക്കും എന്ന തിരിച്ചറിവോടെ നമുക്ക് ജീവിക്കാം.